ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ റേഷൻ കിറ്റിൽ കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ കടലപ്പൊടി തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാശൊക്കെ കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനമാട്ടോ ഇത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ ഇഷ്ടം പോലെ കടലയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. കടല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അളവ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിലൂടെ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വാർന്നതിന് ശേഷം ഞാനതൊന്ന് വെയിലത്തിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ പകുതി ഭാഗം ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിൻ്റെ വലിയ ജാറാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതുപോലെ ആയി കിട്ടും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ തരിയൊക്കെ ഇതിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചെറിയ ഹോളുള്ളൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കടലപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ബാക്കി അതുപോലെ കുറച്ച് ചണ്ടി ഉണ്ടാവുമല്ലോ, രസം പൊടിയാത്ത തരികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാം. പിന്നെ മിക്സിയിലിട്ട് കറക്കണമൊന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇടുക ചെയ്തത് കേട്ടോ. പിന്നെ കറക്കി എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് നമുക്കിതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ വേറൊരു ട്രിക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തീരെ അതിൻ്റെ തൊലി പെടാതെ എങ്ങനെ നമുക്ക് അടിച്ചെടുക്കുക എന്നുള്ളൊരു ഇതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഈ രീതിയിലാണ്. ഈ രണ്ടാമത്തത് കാണിച്ചു തരാം കേട്ടോ. ബാക്കി നമ്മൾ കുറച്ച് മാറ്റി വെച്ചില്ലേ, അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തേന് ഇത്ര പോലും ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് രണ്ടാമത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചില്ല, അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് അതിൻ്റെ കണ്ടോ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. തൊലിയുടെ ഭാഗം നമുക്ക് വേറെ തന്നെ അങ്ങനെ തടിച്ചെടുക്കുമ്പോൾ കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരെ തൊലിയുടെ അംശം പെടാതെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ രണ്ടാമത്തെ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുക ചെയ്തത് കണ്ടോ. അപ്പോൾ തൊലി തീരെ പെടില്ല, കാരണം കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും അധികം പെടാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും കൂടി ഞാൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പയിലൂടെ ഒന്നും കൂടി ഇതൊന്ന് തരിച്ചെടുക്കാം. കണ്ടോ, ബാക്കി വളർന്നത് ഇതാണ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 1.5 കപ്പിൽ നിന്ന് നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കടലപ്പൊടി ഒരുപാട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് കടല നമ്മൾ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.